ചെറുകഥ പീഡനമേറ്റുവാങ്ങുമെൻ മാതൃഭൂമി. രചന ദിവാകരൻ പി.കെ. പൊന്മേരി. തെക്ക് നിന്നും തഴുകിത്തലോടുന്ന ഈറൻ കാറ്റേറ്റു പ്രക്ഷുബ്ധമായ മനസ്സോടെ എഴുത്തുകാരൻ തൻ്റെ തൂലിക കയ്യിലെടുത്തു. ഒഴിഞ്ഞ വെള്ളക്കടലാസിൽ ഉറ്റുനോക്കി ചിന്തയിൽ മുഴുകി പച്ചപ്പ് മേലാപ്പ് ചാർത്തിയ മലനിരകൾക്ക് താഴെ കളകളാരവം മുഴക്കിക്കൊണ്ട് തരുണീമണിയുടെ അംഗചലനത്തോടെ കൊച്ചരുവി മധുരതരമാമൊരു ഗാനം മൂളിക്കൊണ്ട് താഴേക്ക് തുള്ളിച്ചാടുന്നു. ലാസ്യവിലാസിനിയായി മുടിയഴിച്ചിട്ട് പ്രകൃതിക്കുന്നുകളും താഴ്വാരങ്ങളും നഗ്നമായ നിമ്നോന്നതകൾ കാട്ടി അലസമായി കിടക്കുന്നതും നോക്കി എഴുത്തുകാരൻ വിഷയങ്ങൾ കിട്ടാതെ അസ്വസ്ഥമാകെ ചുണ്ടോടടുപ്പിച്ച സിഗരറ്റ് ആഞ്ഞുവലിച്ച് ഗാഢമായ ചിന്തയിൽ മുഴുകി. പെട്ടെന്ന് തൻ്റെ ചിന്തയെ ഉണർത്തിക്കൊണ്ട് JCBയുടെ ശബ്ദം കാതിൽ വന്നലച്ചു. ഏകാഗ്രത നഷ്ടപ്പെട്ട എഴുത്തുകാരൻ മലനിരകളിലേക്ക് നോക്കി. മനോഹരമായിരുന്ന കുന്ന് രക്തം വാർന്നൊലിക്കും പോലെ ഇടിച്ചു നിരപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മലനിരകളിൽ നിന്ന് മനോഹരിയായ സ്ത്രീരൂപം ആകാശത്ത് തെളിഞ്ഞു വന്ന് ദുഃഖം ചാലിച്ച മുഖത്തോടെ എഴുത്തുകാരനെ നോക്കി ചോദിച്ചു, ഏയ് എഴുത്തുകാരാ, ഇനിയും നിന്റെ തൂലിക എന്നെ വർണ്ണിച്ച് സമയം പാഴാക്കുകയാണോ? എന്റെ മാറിടം തുരന്ന് എന്നെ തരിശാക്കാൻ തുനിഞ്ഞിറങ്ങുന്നവരെ നീ കാണാതെ പോകുകയോ? എന്റെ കണ്ണുനീർ അണപൊട്ടി ഉരുൾപൊട്ടലായി ഒഴുകുന്നതുവരെ നീയും കാത്തിരിക്കയാണോ? എഴുത്തുകാരൻ മറുപടി പറയാനാവാതെ സ്തംഭിച്ചു നിൽക്കെ മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്ന് വീണ്ടും രൂപം തെളിഞ്ഞു വന്നു. നീ വർണ്ണനകളുടെ മായാലോകത്ത് നിന്ന് എന്നാണ് മോചിതനാകുന്നത്? നിന്റെ കൺമുൻപിൽ നടക്കും അക്രമത്തെ കാണാതെ ആരെയാണ് നീ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുന്നത്? എഴുത്തുകാരൻ അടുത്ത സിഗരറ്റിന് തീ കൊളുത്തി. ഉത്തരം മുട്ടിയ എഴുത്തുകാരൻ പതുക്കെ നടന്ന് ഈറൻ കാറ്റ് തന്നെ പൊതിയുമ്പോൾ മനസ്സും അല്പം ശാന്തമായി. കാടും കാട്ടാറും മലിനമായി മാറിയിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായിരിക്കുന്നു. വെട്ടിമാറ്റിയ വൃക്ഷത്തിന് ശേഷിപ്പ് ഇവിടെ ഒരു നിബിഡ മനമായിരുന്നെന്ന ഓർമ്മപ്പെടുത്തലിനായി മയിൽക്കുറ്റി പോൽ അങ്ങിങ്ങ് നാട്ടിയിരിക്കുന്നു. അതിജീവനത്തിനായി മത്സരിക്കും മട്ടിൽ ചിലത് മുള പൊട്ടി പടരാൻ പാഴ്ശ്രമം നടത്തുന്നു. ഇരുൾ മൂടിയ കാട് റിസോർട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു. ദാഹജലത്തിനായി വന്യമൃഗങ്ങൾ കാടിറങ്ങി പലായനം തുടരുന്നു. മയിലും പാമ്പുകളും കാടിറങ്ങി നാട്ടിൽ വിഹരിക്കുന്നു. ഭൂമി തുരന്ന് അവസാന തുള്ളി ദാഹജലവും ഊറ്റിയെടുക്കാൻ ഭൂമിയുടെ നെഞ്ചിലേക്ക് ആഴ്ത്തിയിറക്കും യന്ത്ര സാമഗ്രികളുടെ കർണകഠോരമായ മന്ത്രധ്വനികളാൽ അന്തരീക്ഷം ശബ്ദമുഖരിതമാകുന്നു. ഏയ് എഴുത്തുകാരാ, കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തിയും ചുട്ടുപൊള്ളുന്ന ചൂടിനെ തടഞ്ഞു നിർത്തിയും സംഭരിച്ചു വെച്ച ദാഹജലവും എല്ലാം നശിപ്പിച്ചു മണിമാളിക പണിത് ശീതീകരിച്ച മുറിയിൽ നീ എത്ര കാലം കഴിയും? ഉറഞ്ഞുകൂടുമെന്നിലെ രോഷം ഒരുനാൾ ഒരു കുലുക്കം, അതല്ലെങ്കിൽ ഒരു പ്രളയം, അതുമല്ലെങ്കിൽ കൊടും വരൾച്ച. ഇതിൽ നീയും നിന്റെ തലമുറയും തകരുന്ന കാഴ്ച ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനിയും നീ ഉറക്കം നടിക്കുകയാണോ? കുറ്റബോധത്താൽ തലകുനിച്ചെഴുത്തുകാരൻ തന്റെ തൂലിക പടവാളാക്കി. ഉള്ളിൽ നിറഞ്ഞ രോഷം സിംഹഗർജനം പോലെ വെള്ളക്കടലാസിൽ വലുതാക്കി ഇങ്ങനെ കുറിച്ചു: പീഡനം ഏറ്റുവാങ്ങുമെൻ മാതൃഭൂമി. തെക്കൻ കാറ്റെഴുത്തുകാരനെ തൊട്ടു തലോടി കടന്നുപോകെ എഴുത്തുകാരൻ തൂലിക കയ്യിലെടുത്ത് തീപ്പൊരിച്ചിതറും വാക്കുകൾ കൊണ്ട് തൂവെള്ളക്കടലാസിൽ കറുത്ത മഷിയാൽ എഴുതി നിറച്ചുകൊണ്ടേയിരുന്നു. അതെ, പീഡനമേറ്റുവാങ്ങുമെൻ മാതൃഭൂമി.